കേരളത്തിലെ ജനങ്ങളുടെ ക്ഷമ അളക്കാൻ നിർമ്മാണ കമ്പനികൾ മുതിർന്നാൽ അതങ്ങ് കണ്ടു നിൽക്കാൻ ഒരു ജനപ്രതിനിധിക്ക് കഴിയില്ലെന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത്. ദേശീയപാത 66-ലെ അഴിയൂർ വെങ്ങളം റീച്ചിലെ ജനങ്ങളുടെ കണ്ണീരും യാത്രാദുരിതവും നെഞ്ചിലേറ്റി ഷാഫി പറമ്പിൽ MP നേരെ ചെന്നെത്തിയത് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ മുന്നിലേക്ക്. റോട്ടിലെ വലിയ കുഴികൾ, തകർന്നു തരിപ്പണമായ സർവീസ് റോഡുകൾ, ഇത്തിരി മഴ പെയ്താൽ വെള്ളക്കെട്ടാവുന്ന വഴിത്താരകൾ, പിന്നെ ഭീതി പടർത്തുന്ന മണ്ണിടിച്ചിൽ, നാട് നേരിടുന്ന ആ വലിയ യാത്രാ ദുരിതത്തിന്റെ മുഴുവൻ ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും തെളിവുകളോടെ ഷാഫി പറമ്പിൽ കേന്ദ്രമന്ത്രിയുടെ ടേബിളിലേക്ക് വെച്ചുകൊടുത്തു. ചെറിയ കാര്യങ്ങളിൽ പോലും അനന്തമായ കാലതാമസം. ഇത് വികസനമല്ല, ഈ നാടിനോടുള്ള നീതി നിഷേധമാണ്, ജനങ്ങളെ വെല്ലുവിളിക്കലാണ്. ഷാഫി മന്ത്രിക്ക് മുന്നിൽ ഉറച്ച ശബ്ദത്തിൽ ആഞ്ഞടിച്ചു. അദാനി ഗ്രൂപ്പ് കാണിക്കുന്ന ഈ അനാസ്ഥ ഇനിയും സഹിക്കാൻ കഴിയില്ലെന്നും സർവീസ് റോഡുകളും അടിപ്പാതകളും യാഥാർത്ഥ്യമാക്കാൻ കമ്പനിക്കെതിരെ കർശന നടപടി വേണമെന്നും ഷാഫി ഒട്ടും ഭയമില്ലാതെ ആവശ്യപ്പെട്ടു. ഷാഫി നിരത്തിയ വാദങ്ങളും കയ്യിലുള്ള വ്യക്തമായ തെളിവുകളും കണ്ട് കേന്ദ്രമന്ത്രി പോലും ഞെട്ടി. ഒട്ടും വൈകിയില്ല. ദേശീയപാത അതോറിറ്റിയുടെ കേരളത്തിന്റെ ചുമതലയുള്ള അംഗത്തെ മന്ത്രി ഉടനടി ചേംബറിലേക്ക് വിളിച്ചു വരുത്തി. NHAI ചെയർമാനെ വിളിച്ച് കാര്യങ്ങൾ ഇനിയും ഇങ്ങനെ തുടരുകയാണെങ്കിൽ അദാനി ഗ്രൂപ്പിനെ ഈ പ്രവൃത്തിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുന്ന കാര്യം ആലോചിക്കേണ്ടി വരും എന്ന് മന്ത്രി കമ്പനിക്ക് കർശന മുന്നറിയിപ്പ് നൽകി. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സമഗ്ര റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കാനും ഷാഫി പറമ്പിൽ സമർപ്പിച്ച വീഡിയോ ദൃശ്യങ്ങൾ ഉദ്യോഗസ്ഥർക്ക് കൈമാറി ഉടനടി നടപടിയെടുക്കാനും കേന്ദ്രമന്ത്രി ഉത്തരവിട്ടു. അദാനി കമ്പനിയുടെ അനാസ്ഥയ്ക്കെതിരെ കടുത്ത നിലപാടെടുപ്പിച്ച് കേന്ദ്രമന്ത്രിയെ കൊണ്ട് തന്നെ കണിശമായ ഉത്തരവുകൾ ഇറക്കാൻ ഷാഫി പറമ്പിലിന്റെ ഈ ഇടപെടലിനായി. ശേഷം മാധ്യമങ്ങളെ കണ്ട അദ്ദേഹം അദാനിയെ കേന്ദ്രമന്ത്രി വഴി താൻ പൂട്ടിയെന്ന് വെളിപ്പെടുത്തി. കൂടാതെ വിലങ്ങാട്ടുണ്ടായ പ്രകൃതി ദുരന്തത്തിന്റെ നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ സമഗ്രമായ ഒരു പ്രത്യേക പാക്കേജ് നടപ്പിലാക്കണമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ഇക്കാര്യം സംസ്ഥാന മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തിട്ടുണ്ടെന്നും നാടിന്റെ പുനരധിവാസം ഉറപ്പാക്കാൻ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും വ്യക്തമാക്കിയ ഷാഫിയുടെ വീഡിയോ ചേർക്കുന്നുണ്ട്, കാണാം. യഥാർത്ഥത്തിൽ അതൊരു ദുരിതപാതയായി മാറിയിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തെ ആ കരാർ കമ്പനി കണ്ടില്ലെന്ന് നടിക്കുകയാണ്. സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ല. എത്ര തവണ അവലോകന യോഗം നടത്തിയാലും, എത്ര തവണ അവർക്ക് മുൻകൂട്ടി കാര്യങ്ങൾ അവരെ അറിയിച്ചു വാണിംഗ് കൊടുത്താലും എല്ലാം ചില കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കാര്യത്തിൽ വീഴ്ചകൾ ഉണ്ടാവുന്നുണ്ട്. ഞാൻ ഈ ദേശീയപാത നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ 21 തവണയാണ് ബഹുമാന്യനായ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിക്ക് വിവിധ ഘട്ടങ്ങൾ അതിനെ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ കൊടുത്തത്. ഇപ്പം കഴിഞ്ഞ ദിവസം അവിടെ മുഴുവൻ MLA-മാർ, ആ ഹൈവേയിൽ വരുന്ന MLA-മാരുടെ സാന്നിധ്യം ഓൺലൈനായിട്ടും ഫിസിക്കലായിട്ടും, അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർമാൻമാർ, ജനപ്രതിനിധികൾ എല്ലാവരെയും വിളിച്ചു ചേർത്ത് മഴക്കാലം വരാനിരിക്കുകയാണ്, ഇന്നെ പ്രയാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അത് പരിഹരിക്കണമെന്ന് നേരത്തെ കളക്ടറുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്ന് പറഞ്ഞിട്ടും അതുപോലും പാലിക്കപ്പെടുന്നില്ല. ഇപ്പോഴും റോഡിൻ്റെ സൈഡ് പ്രൊട്ടക്ഷൻ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നതിൻ്റെ വാർത്തകളും ദൃശ്യങ്ങളുമാണ് നിങ്ങൾ കൊടുക്കുന്നത്. സർവീസ് റോഡുകളുടെ നിലവാര തകർച്ച വലിയ പ്രശ്നമാണ്. സർവീസ് റോഡിൽ കൂടെയാണ് പലയിടങ്ങളിലും പോകാൻ പറ്റുന്നത്. അതാണെങ്കിൽ നിലവാരമില്ലാത്ത തരത്തിൽ പൊളിഞ്ഞു പാളീസായി കിടക്കുന്ന അവസ്ഥ. ഗതാഗതക്കുരുക്ക് വളരെ രൂക്ഷമാണ്. ഒരു ചെറിയ മഴക്ക് പോലും വെള്ളക്കെട്ടുകളും അവിടുത്തെ യാത്രയും അതുപോലെ തന്നെ വ്യാപാരവും ചിലയിടങ്ങളിൽ വീടുകളിലേക്ക് പോലും വെള്ളം കയറുന്നതിനൊക്കെ ഇത് കാരണമാവുമ്പോൾ ഒരു കൃത്യമായ നടപടി നിർദ്ദേശം കൊടുക്കണമെന്നാവശ്യപ്പെട്ടിട്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രിയെ കണ്ടത്. അതിൻ്റെ എല്ലാ വിഷ്വൽസും, അവിടെയുള്ള പ്രയാസങ്ങളുടെ എല്ലാ വിഷ്വൽസ്, ഓഡിയോ, അതുപോലെ തന്നെ വീഡിയോ, അതുപോലെ തന്നെ ചിത്രങ്ങൾ, പത്രമാധ്യമങ്ങളിലെ വാർത്തകൾ, ദൃശ്യമാധ്യമങ്ങളിലെ വാർത്തകൾ, ഇതൊക്കെ അദ്ദേഹത്തെ കണ്ട് ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ 12:30 മണിക്ക് വീണ്ടും വരാനായിട്ട് ആവശ്യപ്പെട്ടു. ആ സമയത്ത് കേരളത്തിൻ്റെ ചുമതല NHAI മെമ്പറെ അവിടെ വിളിച്ചു വരുത്തി. NHAI ചെയർമാൻ അദ്ദേഹം ഫോണിലും അവൈലബിൾ ആക്കി. എന്നിട്ട് പറഞ്ഞു, ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഴ്ചകൾ വരുത്തുന്നത് ഇതൊരു സ്ഥിരം പരിപാടിയായി മാറിയിരിക്കുകയാണ്. അവർക്ക് ജോലിയുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ അവരെ കോസ്റ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടാണെങ്കിലും അവരിൽ നിന്ന് പിഴ ഈടാക്കിയിട്ടാണെങ്കിലും അവരെ ടെർമിനേറ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ മടിക്കില്ല എന്ന് നിർമ്മാണ കമ്പനിയുടെ മെയിൻ കോൺട്രാക്ട് എടുത്തിട്ടുള്ള അദാനി ഗ്രൂപ്പിനെ തന്നെ അറിയിക്കണമെന്നുള്ള നിർദ്ദേശം മന്ത്രി NHAI ചെയർമാനും അതുപോലെ തന്നെ NHAI കേരളത്തിൻ്റെ ചുമതലയുള്ള മെമ്പർക്കും നൽകുകയുണ്ടായി. അതിൽ ആ നിർദ്ദേശം നൽകി അവരത് പരിഹരിക്കാൻ തയ്യാറല്ലെങ്കിൽ ആ ടെർമിനേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കാൻ ഇനി മടിക്കരുത്, അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏൽക്കുന്നു, എന്നിട്ട് പുതിയ ആളുകൾക്ക് വർക്ക് കൊടുത്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് കർശന നിർദ്ദേശം കൊടുത്തത്. NHAI ചെയർമാനും കമ്മിറ്റി അംഗവും മന്ത്രിയോട് അറിയിച്ചത് കഴിഞ്ഞ ദിവസവും ഒരു ഇൻസ്പെക്ഷൻ അവിടെ നടന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് തവണ ഇൻസ്പെക്ട് ചെയ്തിട്ടുണ്ട്, ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ നടന്നിട്ടുണ്ട്, ഓരോ പരാതികളെയും ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ട്. അടിപ്പാതകളും അതുപോലെ തന്നെ ഓവർ ബ്രിഡ്ജുകളും ഫുട് ഓവർ ബ്രിഡ്ജുകളും ആയിട്ടുള്ള ആവശ്യങ്ങൾ കൃത്യമായി
കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിലും ബന്ധപ്പെട്ട ആളുകളുടെ മുമ്പിലും പ്രൊജക്ട് ഡയറക്ടറുടെ മുമ്പിലും ഒക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ പ്രൊജക്ട് ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇനീഷ്യേറ്റീവ് എടുത്താൽ പോലും കരാർ കമ്പനി പല കാര്യങ്ങളിലും മെല്ലപ്പോക്ക് നയമാണ്. ആ സർവീസ് റോഡിൻ്റെ കാര്യത്തിൽ പോലും കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലില്ല. ഇങ്ങനെ ഈ അവസ്ഥ വലിയ പ്രയാസം വടകരയിലെ ജനങ്ങൾക്ക് സൃഷ്ടിക്കുകയാണെന്ന് മന്ത്രിയെ ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കർശനമായ നടപടികളിലേക്ക് കടക്കാൻ മടിക്കില്ല, അദാനി ഗ്രൂപ്പിനെ വർക്കിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുന്ന കാര്യം പോലും ആലോചിക്കുമെന്നുള്ളത് ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ മന്ത്രി നിർദ്ദേശം കൊടുത്തത്. മറ്റൊരു കാര്യം, ഇത് സബ് കോൺട്രാക്ട് എടുത്തവരുടെ മാത്രം പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ ഒരു വാദം അദാനി ഗ്രൂപ്പ് മുമ്പൊരിക്കൽ വെക്കേണ്ടായി. പക്ഷേ ഇന്നലെ മിനിസ്റ്റർ ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ പറഞ്ഞത് മറ്റൊരു സ്ഥലത്തും അദാനി ഗ്രൂപ്പിന് ഈ വർക്ക് കൊടുത്തെടുത്ത് സമാനമായ ഇഷ്യൂ ഉണ്ടാവുന്നുണ്ട്. മെയിൻ കോൺട്രാക്ട് വലിയ തുകക്ക് എടുത്തിട്ട് അത് താരതമ്യേന കുറഞ്ഞ തുകക്ക് സബ് കോൺട്രാക്ട് കൊടുക്കുന്നത് പോലും ഇതിൻ്റെ വർക്കിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കുന്നുള്ള സംശയം ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കുണ്ട്. എന്തായാലും ഗൗരവത്തിലെടുക്കാമെന്നും നടപടികളെടുക്കാമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഇതാദ്യമായിട്ടല്ല ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത്. പക്ഷേ ഇത്ര കർശനമായിട്ടുള്ള ഒരു നിർദ്ദേശം ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ NHAI ചെയർമാനും മെമ്പർക്കും ഒക്കെ കൊടുക്കുന്നത് ആദ്യമായിട്ടാണ്.